നിയമാവർത്തനം 2-ാം അധ്യായം. കർത്താവ് എന്നോട് നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ തിരിഞ്ഞ് ചെങ്കടലിൻ്റെ വഴിയെ മരുഭൂമിയിലേക്കു നീങ്ങി. എന്നിട്ട് ഏറെ ദിവസങ്ങൾ നമ്മൾ സെയിർ മല ചുറ്റി. അപ്പോൾ കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഈ മല നിങ്ങൾ വേണ്ടുവോളം ചുറ്റിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ വടക്കോട്ട് തിരിയുവിൻ. നീ ജനത്തെ ഇപ്രകാരം അനുശാസിക്കുക: സെയിറിൽ താമസിക്കുന്ന നിങ്ങളുടെ സഹോദരരായ ഏസാവ്യരുടെ അതിർത്തി നിങ്ങൾ കടക്കുകയാണ്. അവർ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഏറെ ജാഗ്രത പാലിക്കണം. നിങ്ങൾ അവരുമായി കലഹിക്കരുത്. അവരുടെ ദേശത്ത് നിന്ന് കാൽനട വഴി പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല, തീർച്ച. കാരണം ഞാൻ ഏസാവിന് കൈവശവസ്തുവായി നൽകിയതാണ് സെയിർ മല. അവരിൽ നിന്ന് ഭക്ഷ്യധാന്യം വിലയ്ക്ക് വാങ്ങി നിങ്ങൾ ആഹരിക്കണം. വെള്ളം പോലും അവരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയാണ് നിങ്ങൾ കുടിക്കേണ്ടത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ കരവേലയിലും നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ മഹാമരുഭൂമി നിങ്ങൾ താണ്ടുന്നത് അവിടുന്ന് അറിയുന്നുണ്ട്. ഈ 40 സംവത്സരവും കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് ഒരു കാര്യവും കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സെയിറിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരരായ ഏസാവ്യരിൽ നിന്ന് അറാബ വഴിയിൽ നിന്നും ഏലാത്തിൽ നിന്നും യെസിയോൻ ഗേബറിൽ നിന്നും കടന്നുപോയി. തുടർന്ന് നമ്മൾ മൊവാബ് മരുഭൂമിയുടെ വഴി ലക്ഷ്യം വെച്ച് മുന്നേറി. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു: മൊവാബ്യരെ സമ്മർദ്ദത്തിലാക്കുകയോ അവരുമായി യുദ്ധത്തിലേർപ്പെടുകയോ അരുത്. എന്തെന്നാൽ അവരുടെ ദേശത്ത് നിന്ന് നിനക്ക് ഞാൻ കൈവശവസ്തു തരികയില്ല. കാരണം ലോത്യർക്ക് കൈവശവസ്തുവായി ഞാൻ നൽകിയതാണ് ആർ ദേശം. പണ്ട് അനാക്കുകളെപ്പോലെ ഉയരമുള്ള വലുതും പ്രശസ്തരുമായ ഏമുകൾ എന്നൊരു കൂട്ടർ അവിടെ താമസിച്ചിരുന്നു. അനാക്കുകളെപ്പോലെ അവരും റാഫാകൾ എന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും മൊവാബുകാർ അവരെ ഏമുകൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സെയിറിൽ പണ്ട് താമസിച്ചിരുന്നത് ഹോറികളാണ്. അവരെ ഏസാവ്യർ തുരത്തുകയും തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയും തത്സ്ഥാനത്ത് താമസമുറപ്പിക്കുകയും ചെയ്തു. കർത്താവ് തങ്ങൾക്ക് നൽകിയ കൈവശദേശത്തോട് ഇസ്രായേൽ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് സെറദ് അരുവി കടക്കുവിൻ. അങ്ങനെ നമ്മൾ സെറദ് അരുവി കടന്നു. നമ്മൾ കാദഷ് ബർണയായിൽ നിന്ന് യാത്ര തിരിച്ച് സെറദ് അരുവി കടക്കുന്നത് വരെയുള്ള കാലം 38 വർഷമായിരുന്നു. അപ്പോഴേക്കും പോരാളികളുടെ തലമുറ മുഴുവനും കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്നത് പ്രകാരം പാളയമധ്യേ നിന്ന് തിരോഭവിച്ചിരുന്നു. അവർ തിരോഭവിക്കുന്നതുവരെ പാളയമധ്യേ നിന്ന് അവരെ അസ്വസ്ഥരാക്കാൻ കർത്താവിൻ്റെ കരവും അവരുടെ മേലുണ്ടായിരുന്നു. ജനത്തിൻ്റെ ഇടയിൽ നിന്ന് യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു. കർത്താവ് എന്നോട് ഇപ്രകാരം വചിച്ചു: നീ ഇന്ന് മൊവാബിൻ്റെ അതിർത്തിയായ ആർദേശം കടക്കുകയാണ്. നീ അമ്മോന്യരുടെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കുകയോ അവരുമായി കലഹിക്കുകയോ അരുത്. എന്തെന്നാൽ അമ്മോന്യരുടെ ദേശത്ത് നിന്ന് ഞാൻ നിനക്ക് കൈവശഭൂമി തരികയില്ല. കാരണം ഞാൻ ലോത്യർക്ക് കൈവശഭൂമിയായി കൊടുത്തതാണത്. അതും റാഫാകളുടെ രാജ്യമാണെന്നാണ് കരുതപ്പെടുന്നത്. പണ്ട് റാഫാകൾ അവിടെ താമസിച്ചിരുന്നു. അമ്മോൻകാർ അവരെ സംസോമുകൾ എന്ന് വിളിക്കുന്നു. അനാക്കുകളെപ്പോലെ ഉയരമുള്ള വലുതും പ്രശസ്തവുമായ ഒരു ജനം. പക്ഷെ കർത്താവ് അവരെ ഇവരുടെ മുമ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു. ഇവർ അവരെ തുരത്തുകയും തൽസ്ഥാനത്ത് താമസമുറപ്പിക്കുകയും ചെയ്തു. സെയിറിൽ താമസിക്കുന്ന ഏസാവ്യരുടെ മുമ്പിൽ നിന്ന് ഹോറികളെ ഇല്ലായ്മ ചെയ്തപ്പോൾ അവിടുന്ന് അവർക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവർ അവരെ തുരത്തി തൽസ്ഥാനത്ത് ഈ നാൾ വരെയും പാർക്കുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവ്വാക്കാർ ഗാസ വരെ ഉണ്ടായിരുന്നു. എന്നാൽ കഫ്തോറിൽ നിന്ന് പുറപ്പെട്ടു വന്ന കഫ്തോറുകാർ അവരെ തുരത്തി തൽസ്ഥാനത്ത് താമസമുറപ്പിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങുവിൻ. അർണോൺ അരുവി കടക്കുവിൻ. നോക്കൂ, അമോര്യനായ ഹെഷ്ബോൻ രാജാവ് സീഹോനെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. അത് കൈവശപ്പെടുത്തിക്കൊള്ളൂ. അവനുമായി യുദ്ധത്തിലേർപ്പെട്ടുകൊള്ളൂ. ഇന്ന് ഞാൻ ആകാശങ്ങൾക്കെല്ലാം കീഴുള്ള ജനങ്ങളുടെ മുമ്പിൽ നിന്നോടുള്ള പരിഭ്രാന്തിയും ഭയവും ഉളവാക്കാൻ തുടങ്ങുകയാണ്. നിന്റെ ഖ്യാതി കേൾക്കുമ്പോൾ അവർ നിന്റെ മുമ്പിൽ വിറകൊള്ളുകയും വിറങ്ങലിക്കുകയും ചെയ്യും. തുടർന്ന് ഞാൻ കെദേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോണിലെ രാജാവായ സീഹോന്റെ അടുത്തേക്ക് ദൂതന്മാരെ ഇപ്രകാരം
സമാധാന വചസ്സുകളുമായി അയച്ചു. നിന്റെ ദേശത്തിലൂടെ ഇടംവലം തിരിയാതെ വഴിയിലൂടെ മാത്രം നടന്ന് ഞാൻ കടന്നുപോയിക്കൊള്ളട്ടെ. നീ എനിക്ക് ഭക്ഷ്യധാന്യം പണത്തിന് വിൽക്കുമെങ്കിൽ ഞാൻ ഭക്ഷിക്കും. വെള്ളം നീ എനിക്ക് പണത്തിന് നൽകുമെങ്കിൽ ഞാൻ കുടിക്കും. കാൽനടയായി കടന്നുപോകാൻ എന്നെ അനുവദിക്കണമെന്ന് മാത്രം. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദേശത്തേക്ക് ഞാൻ ജോർദാൻ കടക്കുന്നതുവരെ സെയിർ നിവാസികളായ ഏസാവ്യരും ആർ നിവാസികളായ മൊവാബുകാരും എനിക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ. എന്നാൽ നമ്മൾ കടന്നുപോകാൻ ഹെഷ്ബോൻ രാജാവായ സീഹോൻ അനുവദിച്ചില്ല. കാരണം അവനെ ഇന്ന് ആയിരിക്കുന്ന പോലെ തന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിന്റെ ദൈവമായ കർത്താവ് അവൻ്റെ മനസ്സ് കടുപ്പിക്കുകയും ഹൃദയം കനപ്പിക്കുകയും ചെയ്തിരുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നോക്കൂ, സീഹോനെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു തരാൻ പോകുന്നു. നീ ആരംഭിച്ചു കൊള്ളുക, അവൻ്റെ ദേശം സ്വന്തമായി കൈവശപ്പെടുത്തിക്കൊള്ളുക. സീഹോൻ അവനും അവൻ്റെ ജനമൊക്കെയും നമ്മെ എതിരിടാൻ യഹസിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചു തന്നു. അവനെയും അവൻ്റെ മകനെയും ജനം മുഴുവനെയും നമ്മൾ പ്രഹരിച്ചു. ആ സമയം അവൻ്റെ സകല പട്ടണങ്ങളും നമ്മൾ പിടിച്ചെടുത്തു. ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളുമടങ്ങുന്ന ഓരോ നഗരവും നമ്മൾ ഉന്മൂലനാചാരവിധേയമാക്കി. അതിജീവിക്കുന്നതായി ഒന്നും അവശേഷിപ്പിച്ചില്ല. നമുക്കായി നമ്മൾ കവർന്നെടുത്ത മൃഗഗണവും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ കൊള്ളവസ്തുക്കളും ഒഴികെ. അർണോൺ അരുവിക്കരയിലുള്ള അരോവേറും താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലെയാദ് വരെ നമുക്ക് അപ്രാപ്യമായ ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചു തന്നു. യാബോക്ക് അരുവിയുടെ ഏതെങ്കിലും ശാഖയും ഗിരിനഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമ്മോന്യദേശത്തെയോ നമ്മുടെ ദൈവമായ കർത്താവ് വിലക്ക് കൽപ്പിച്ച എന്തിനെയെങ്കിലുമോ നീ സമീപിച്ചില്ല എന്നു മാത്രം.